Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എക്സ്പ്ലോറിംഗ് MS വേർഡിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Microsoft Word includes several built-in toolbars, including the two default toolbars that are visible when you start Word. First one, standard toolbar, then second one, formatting toolbar. MS Word ഓപ്പൺ ചെയ്യുമ്പോൾ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന സ്റ്റാൻഡേർഡ് ടൂൾബാറും ഫോർമാറ്റിംഗ് ടൂൾബാറും ഉൾപ്പെടെ നിരവധി ബിൽറ്റ്-ഇൻ ടൂൾബാറുകൾ ഉണ്ട്. സ്റ്റാൻഡേർഡ് ടൂൾബാർ ആൻഡ് ഫോർമാറ്റിംഗ് ടൂൾബാർ എന്നീ രണ്ട് ടൂൾബാറുകളെ കുറിച്ചാണ് നമ്മൾ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യുന്നത്. The standard toolbar includes commands buttons with which you can quickly access many of the frequently used commands such as save, open, copy and paste. സ്റ്റാൻഡേർഡ് ടൂൾബാറിൽ ഉള്ള കമാൻഡ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വേർഡിൽ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിരന്തരമായി ഉപയോഗിക്കുന്ന കമാൻഡുകളായ സേവ്, ഓപ്പൺ, കോപ്പി ആൻഡ് പേസ്റ്റ് എന്നിവ വളരെ വേഗത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയും. ടെക്സ്റ്റ് എങ്ങനെ കോപ്പി ചെയ്യുന്നു, എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Word allows you to copy text that is already in your document and paste it in other places. This can save you a lot of time and effort. If you want to move text around in your document, you can cut and paste or drag and drop. ഓൾറെഡി നമ്മൾ ചെയ്ത ഡോക്യുമെന്റ് കോപ്പി ചെയ്യാനും കൂടാതെ മറ്റൊരു പ്ലേസിലോട്ട് മൂവ് ചെയ്യാനും MS വേർഡിലൂടെ നമുക്ക് സാധിക്കുന്നു. ഒരേ ഡോക്യുമെന്റ് തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷേ വേർഡിലൂടെ ഡോക്യുമെന്റ് കോപ്പി ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് ഇതിലൂടെ നമ്മുടെ ടൈമും എഫേർട്ടും സേവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത ഡോക്യുമെന്റ് മറ്റൊരു ഫോൾഡറിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് കട്ട് ആൻഡ് പേസ്റ്റ് അല്ലെങ്കിൽ മൗസ് കൊണ്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് കൊടുത്താൽ മതിയാകും. MS വേർഡിൽ ഡോക്യുമെന്റ് കോപ്പി, കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ഫോമാറ്റ് ആണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. Formatting. The formatting toolbar provides quick access to text formatting commands including bold, italic, underline, numbering and bullets. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് കമാൻഡ്സ് വളരെ വേഗത്തിൽ തന്നെ ആക്സസ് ചെയ്യാൻ ഫോർമാറ്റിംഗ് ടൂൾബാറിലൂടെ സാധിക്കുന്നു. MS വേർഡിൽ നമ്മൾ തയ്യാറാക്കിയ ടെക്സ്റ്റുകൾ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയുള്ള ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, ടെക്സ്റ്റ് കളർ, നമ്പറിംഗ് ആൻഡ് ബുള്ളറ്റ്സ് ഇവയൊക്കെയാണ് ഈ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് കമാൻഡ്സിൽ അടങ്ങിയിട്ടുള്ളത്. MS വേർഡിലെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് കമാൻഡ്സിന്റെ ഒരു ഫോമാറ്റ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഫോണ്ട് സൈസ്, ഫോണ്ട് സ്റ്റൈൽ, ടെക്സ്റ്റ് കേസ്, ബോൾഡ്, ഇറ്റാലിക് എന്നീ കമാൻഡുകളൊക്കെ ഈ ഫോമാറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. Underline text or spaces, font color, text highlighted color, text effect, clear or formatting എന്നീ ഫോമാറ്റിംഗ് കമാൻഡ്സ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. The next, text alignment. Alignment determines the appearance and orientation of the edges of the paragraph. Left aligned text, right aligned text, centered text or justified text which is aligned evenly along the left and right margins. ഒരു പാരഗ്രാഫിന്റെ എഡ്ജസ് അഥവാ അരികുകളുടെ അപ്പിയറൻസും ഓറിയന്റേഷനും നിർണ്ണയിക്കുന്നതാണ് അലൈൻമെന്റ്. ലെഫ്റ്റ് അലൈൻഡ് ടെക്സ്റ്റ്, റൈറ്റ് അലൈൻഡ് ടെക്സ്റ്റ്, സെന്റേർഡ് അലൈൻഡ് ടെക്സ്റ്റ്, ജസ്റ്റിഫൈഡ് ടെക്സ്റ്റ് എന്നിവയാണ് വിവിധ തരം ടെക്സ്റ്റ് അലൈൻമെന്റുകൾ. ഇതിൽ ലെഫ്റ്റ് അലൈൻ ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേർഡിൽ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റുകൾ പേജിന്റെ ഇടതുഭാഗത്തോട്ട് അലൈൻ ചെയ്യാനാണ് ലെഫ്റ്റ് അലൈൻ ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. ടൈപ്പ് ചെയ്ത ടെക്സ്റ്റുകൾ പേജിന്റെ വലതുവശത്ത് അലൈൻ ചെയ്യാനാണ് റൈറ്റ് അലൈൻഡ് ടെക്സ്റ്റുകൾ ഉപയോഗിക്കുന്നത്. പേജിന്റെ മധ്യഭാഗത്തായി ടൈപ്പ് ചെയ്ത ടെക്സ്റ്റുകൾ അലൈൻ ചെയ്യുന്നതിന് വേണ്ടി സെന്റർ അലൈൻ ടെക്സ്റ്റ് ഉപയോഗിക്കുന്നു. മാർജിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡുകളിലോട്ട് ഒരേപോലെ ടെക്സ്റ്റ് അലൈൻ ചെയ്യാനാണ് ജസ്റ്റിഫൈഡ് ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. വേർഡ്സുകൾക്കിടയിൽ എക്സ്ട്രാ സ്പേസ് ആഡിങ് ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ ജസ്റ്റിഫൈഡ് ടെക്സ്റ്റിലൂടെ ഇത് അലൈൻ ചെയ്യാൻ സാധിക്കും. പേജിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ ടെക്സ്റ്റുകൾ നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാൻ ഈ ജസ്റ്റിഫൈ അലൈൻ ടെക്സ്റ്റുകൾ സെലക്ട് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നു. For example, in a paragraph that is left aligned, the most common alignment, the left edge of the paragraph is flushed with the left margin. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പാരഗ്രാഫ് ലെഫ്റ്റ് അലൈൻഡ് ആണെങ്കിൽ പേജിന്റെ ലെഫ്റ്റ് മാർജിനോട് ചേർന്നാകും ആ പാരഗ്രാഫ് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കുന്നത്. The next, vertical alignment.
It determines the position of the text within a section of a document relative to at the top and bottom margins and is often used to create a cover page. ഒരു ഡോക്യുമെന്റിന്റെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ വരുന്ന ടെക്സ്റ്റ് ടോപ്പ് ആൻഡ് ബോട്ടം മാർജിൻ അനുസൃതമായി ക്രമീകരിക്കാൻ വേണ്ടിയാണ് വെർട്ടിക്കൽ അലൈൻമെന്റ് ഉപയോഗിക്കുന്നത്. കവർ പേജ് ക്രിയേറ്റ് ചെയ്യാനാണ് സാധാരണയായി ഈ വെർട്ടിക്കൽ അലൈൻമെന്റ് ഉപയോഗിക്കുക. Aligning the text left or right. Firstly, select the text that you want to align. Secondly, on the home tab in the paragraph group, click align left or align right. MS Word il create cheyyunna text left or right align cheyan ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏത് ടെക്സ്റ്റ് ആണോ അലൈൻ ചെയ്യേണ്ടത് ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. Then home ടാബിലുള്ള പാരഗ്രാഫിൽ കാണുന്ന അലൈൻ ടെക്സ്റ്റ് ലെഫ്റ്റ് അല്ലെങ്കിൽ അലൈൻ ടെക്സ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. Center the text horizontally between the side margins. Firstly, select the text that you want to center. Then secondly, on the home tab in the paragraph group, click center. Side marginകളുടെ സെന്ററിൽ ടെക്സ്റ്റ് ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്യാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏത് ടെക്സ്റ്റ് ആണോ സെന്റർ അലൈൻ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഹോം ടാബിലുള്ള പാരഗ്രാഫ് ഗ്രൂപ്പിലെ സെന്റർ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സെന്റർ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. Center the text vertically between the top and bottom margins. Firstly, select the text that you want to center. Secondly, on the layout or page layout tab, click the dialog box launcher in the page setup group and then click the layout tab. Then thirdly, in the vertical alignment box, click center. Then lastly, in the apply to box, click selected text and then click OK. ടോപ്പ് ലെഫ്റ്റ് മാർജിനുകളുടെ സെന്ററിൽ ടെക്സ്റ്റ് വെർട്ടിക്കലി പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം സെന്റർ അലൈൻ ചെയ്യേണ്ട ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. പേജ് ലേഔട്ട് ടാബ് സെലക്ട് ചെയ്ത് പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും ലേഔട്ട് ടാബ് ക്ലിക്ക് ചെയ്യുക. ശേഷം വെർട്ടിക്കൽ അലൈൻമെന്റ് ബോക്സിൽ സെന്റർ ക്ലിക്ക് ചെയ്യുക. ദെൻ ലാസ്റ്റ് അപ്ലൈ ടു ബോക്സിൽ സെലക്ടഡ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. MS വേർഡിലെ പാരഗ്രാഫ് ഗ്രൂപ്പിലുള്ള അലൈൻമെന്റ് സെറ്റിംഗ്സിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻസേർട്ട് ടാബിനെ കുറിച്ചാണ്. The insert tab contains various items that you may want to insert into a document. ഒരു ഡോക്യുമെന്റിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ ആവശ്യമായ ഒരുപാട് ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ടാബ് ആണ് ഇൻസേർട്ട് ടാബ്. Tables, word art, hyperlink symbols, charts, signature line, date and time, shapes, header and footer, text boxes, links boxes, equations മുതലായവയാണ് ഈ ഇൻസേർട്ട് ബോക്സിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഐറ്റംസ്. Select insert page number and then choose the location and style you want. If you don't want a page number to appear on the first page, select different first page. If you want numbering to start with 1 on the second page, go to page number, then format page number and set starter to 0. Then last, when you are done, select close header and footer. ഇപ്പോൾ നമ്മൾ പേജ് നമ്പർ ആണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ ഇൻസേർട്ട് സെലക്ട് ചെയ്ത് പേജ് നമ്പർ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഏത് സ്റ്റൈലിലുള്ള പേജ് നമ്പർ ആണോ വേണ്ടത് അത് ചൂസ് ചെയ്യുക. Then secondly, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് പേജിൽ പേജ് നമ്പർ അപ്പിയർ ചെയ്ത് വരേണ്ട എന്നാണെങ്കിൽ വേറെ ഫസ്റ്റ് പേജ് സെലക്ട് ചെയ്ത് അതിൽ പേജ് നമ്പർ കൊടുക്കാവുന്നതാണ്. അതേപോലെ സെക്കൻഡ് പേജ് മുതലാണ് പേജ് നമ്പർ വരേണ്ടതെങ്കിൽ പേജ് നമ്പറിൽ ഫോർമാറ്റ് പേജ് നമ്പേഴ്സ് എടുത്ത് സെറ്റ് സ്റ്റാർട്ട് 0 to കൊടുക്കുക. Then പേജ് നമ്പർ ഒക്കെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ക്ലോസ് ഹെഡർ ആൻഡ് ഫൂട്ടർ സെലക്ട് ചെയ്യുക. ഇൻസേർട്ട് ടാബിൽ പേജ് നമ്പർ കൊടുക്കുന്നതിനുള്ള ഫോർമാറ്റ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. MS വേർഡിലെ പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് കീസിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജ് കോപ്പി ചെയ്യാനാണ് Ctrl+C ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ് ഓർ ഇമേജ് കട്ട് ചെയ്യാനാണ് Ctrl+X. കോപ്പി അല്ലെങ്കിൽ കട്ട് ചെയ്ത ഇമേജ് ഓർ ടെക്സ്റ്റിനെ മറ്റൊരു പ്ലേസിലോട്ട് പേസ്റ്റ് ചെയ്യാനാണ് Ctrl+V. ടെക്സ്റ്റ് ബോൾഡ് ആക്കുന്നതിന് വേണ്ടിയാണ് Ctrl+B. ടെക്സ്റ്റിനു അണ്ടർലൈൻ കൊടുക്കാനാണ് Ctrl+U. ടെക്സ്റ്റ് ഇറ്റാലിക് മോഡലിൽ വ്യൂ ചെയ്യാനാണ് Ctrl+I. സെലക്ട് ചെയ്ത ഇമേജ് ഓർ ടെക്സ്റ്റ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള 1 ക്യാരക്ടർ റിമൂവ് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയാണ് Shift+Del or delete കീസ് ഉപയോഗിക്കുന്നത്. Shift+Del കീസ് അല്ലെങ്കിൽ ഡിലീറ്റ് കീസ് എന്നിവയാണ് ടെക്സ്റ്റുകൾ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട്കട്ട് കീകൾ. ഓൾറെഡി ഫയൽ നെയിം കൊടുത്ത ഡോക്യുമെന്റിന് റീനെയിം കൊടുക്കാനാണ് F2 കീ. സ്ലൈഡ് ഷോ പ്രസന്റേഷന് വേണ്ടിയാണ് F5 കീ. സെലക്ട് ചെയ്ത ടെക്സ്റ്റ് സെന്ററിൽ അലൈൻ ചെയ്യാനാണ് Ctrl+E. സെലക്ട് ചെയ്ത ടെക്സ്റ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡുകളിൽ നല്ല അപ്പിയറൻസോട് കൂടി ജസ്റ്റിഫൈ ചെയ്യാനാണ് Ctrl+J. ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് കണ്ടെത്താനാണ് Ctrl+F. ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് റീപ്ലേസ് ചെയ്യാനാണ് Ctrl+H. ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ വേണ്ടെന്ന് വെക്കാനാണ് അൺഡു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. Ctrl+Z ആണ് അൺഡു ഓപ്പറേഷന്റെ ഷോർട്ട്കട്ട് കീ. അതേപോലെ അൺഡു ചെയ്തതിനെ വീണ്ടും പഴയപടി ആക്കാൻ വേണ്ടിയാണ് റീഡു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. Ctrl+Y ആണ് റീഡു ഓപ്പറേഷന്റെ ഷോർട്ട്കട്ട് കീ. ടെക്സ്റ്റിന്റെ കേസിൽ ചേഞ്ചസ് വരുത്താൻ ഒന്നുകിൽ അപ്പർ കേസ് അല്ലെങ്കിൽ ലോവർ കേസ്, ഇതിനാണ് Shift+F3 യൂസ് ചെയ്യുന്നത്. ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിന്റെ സ്പെല്ലിംഗ് ചെക്കിങ്ങിനാണ് F7 കീ. Ctrl+P ആണ് ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വേർഡ് ഡോക്യുമെന്റിൽ നിന്ന് എക്സിസ്റ്റ് ചെയ്യാനാണ് Alt+F4. ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിന്റെ എൻഡ് ലൈനിൽ കഴ്സർ ലൊക്കേറ്റ് ചെയ്യാനാണ് എൻഡ് കീ. അതേപോലെ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിന്റെ സ്റ്റാർട്ട് ലൈനിൽ കഴ്സർ ലൊക്കേറ്റ് ചെയ്യാനാണ് ഹോം കീ. MS വേർഡിന്റെ കഴിഞ്ഞ 2 പ്രസന്റേഷനുകളിലും നമ്മൾ കുറച്ച് ഷോർട്ട്കട്ട് കീകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ പ്രസന്റേഷന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന ഷോർട്ട് നോട്ട്സിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഷോർട്ട്കട്ട് കീസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. താങ്ക് യു.